ഇന്ന് തിങ്കളാഴ്ചയാണല്ലോ, ഇന്ന് എല്ലാ വീട്ടിലും ഇഡലിയായിരിക്കും, സംശയമില്ല. ഞായറാഴ്ച കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ എന്താണെങ്കിലും ഇഡലിയും സാമ്പാറും ചമ്മന്തിയും ഒക്കെ ആയിരിക്കും കൊടുത്തു വിടുന്നല്ലേ. പിന്നെ ഇത് മിച്ചം വരുന്ന ഇഡലി ഉണ്ടല്ലോ, വൈകുന്നേരം വന്നിട്ട് ആരും കഴിക്കത്തില്ല. അപ്പോൾ ഒരു ഐഡിയ പറഞ്ഞു തരാമേ. അപ്പോൾ അമ്മാസ് രുചികളിൽ നിന്നൊരു സ്പെഷ്യൽ ഐറ്റമാണ് കേട്ടോ. ഞാൻ ഇഡലി ഒരു ചെറിയ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്ത് വെച്ചു. എന്നിട്ടൊരു പാനിൽ കുറച്ച് നെയ്യോ എണ്ണയോ ഏതായാലും കുഴപ്പമില്ല വെച്ചിട്ട് കടുക് പൊട്ടിച്ചു. അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുത്തു കേട്ടോ. ഇഞ്ചി വെളുത്തുള്ളി ഓരോ സ്പൂൺ വീതം. എന്നിട്ട് ഇതാ സവാള ഇതുപോലെ കട്ട് ചെയ്ത് വലിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തിട്ടു. കുറച്ച് ഉപ്പും ചേർത്തു. ഇനി അതൊന്ന് വഴറ്റിയെടുക്കണം. ഒത്തിരി വഴറ്റിയെടുക്കുകയൊന്നും വേണ്ട കേട്ടോ. ഏകദേശം ഒന്ന് വഴന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് അതിലേക്ക് കുറച്ച് കാശ്മീരി, ഒരു സ്പൂണോളം കാശ്മീരി മുളക് പൊടി ചേർത്തിട്ടുണ്ടേ. എന്നിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് അതിലേക്ക് സോസുകൾ, എന്തൊക്കെ സോസുകളുണ്ടോ അതെല്ലാം ചേർത്ത് കേട്ടോ. ഞാൻ ചേർത്തത് സോയാ സോസ്, ടൊമാറ്റോ സോസ്, ചില്ലി സോസ് ഒക്കെയാണ് ചേർത്തത്. റെഡ് ചില്ലി ഉണ്ടെങ്കിൽ അതും നല്ല കേട്ടോ. റെഡ് ചില്ലി സോസ് ഒന്നുകൂടെ നല്ലത് ഗ്രീൻ ചില്ലിയേക്കാൾ. സോസ് എല്ലാം ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഒരു തക്കാളി, ഒരു ചെറിയ തക്കാളിയാണ് ഞാൻ ചേർത്തത്. വലിയ തക്കാളി ആയാലും കുഴപ്പമൊന്നുമില്ല. അതൊന്ന് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഇഡലി, 3-4 ഇഡലി കേട്ടോ, അത് ചേർക്കുക. എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ അങ്ങ് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തിട്ട് ഒരു മല്ലിയിലയൊക്കെ ഇട്ട്, കറിവേപ്പില വേണമെങ്കിൽ കറിവേപ്പിലയൊക്കെ ഇട്ട് സെറ്റ് ചെയ്തു. എന്നിട്ട് ഒരു 5 മിനിറ്റ് നേരത്തേക്ക് ചെറിയ ഫ്ലെയിമിൽ അവിടെ ഇരിക്കണം കേട്ടോ. അപ്പോഴത്തേക്ക് ഇഡലി ഒന്ന് ഫ്രൈ ആയി വരും. വേണമെങ്കിൽ ഇതുപോലൊരു കുറച്ച് ബട്ടറും കൂടെ ചേർത്ത് കൊടുക്കാം. പിള്ളേർക്കൊക്കെ കൊടുക്കുന്നെങ്കിൽ ബട്ടറും കൂടെ ആകാം കേട്ടോ. എന്നിട്ട് അതിൻ്റെ അടിഭാഗമൊക്കെ ഒന്നിങ്ങനെ മൊരിഞ്ഞ് വരും ആ ഇഡലിയുടെ. അപ്പോൾ അങ്ങനെ വന്ന് കഴിയുമ്പോഴത്തേക്ക് ഓഫ് ചെയ്തിട്ട് ഇതുപോലെ വിളമ്പിക്കോളൂ കേട്ടോ. എന്തിൻ്റെ സോസിൻ്റെ കൂടെ കറിയൊന്നും വേണ്ട, വെറുതെ എടുത്ത് കഴിക്കാം. സൂപ്പറാണ്. ഒരു ചൂട് ചായയും കൂടെ ഉണ്ടെങ്കിൽ അടിപൊളിയാണ്. അപ്പോൾ എല്ലാവരും ഇന്ന് തന്നെ ട്രൈ ചെയ്തോളൂ കേട്ടോ.